വെള്ളം കുടിച്ചാൽ പോലും തടിക്കും. എന്നാൽ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവില്ലേ? ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാനാണ് കേട്ടോ ഇത്. ഒരു ഫുൾ ഡേ മീൽ പ്ലാനാണ്. അപ്പോൾ ഇതിൽ അറൗണ്ട് ഒരു 900 കാലറിയിലും കുറവ് വരുന്നുള്ളൂ ടോട്ടൽ ഇൻടേക്ക്. അപ്പോൾ നമുക്കൊരു 800 ഗ്രാം വരെയൊക്കെ ഒരു ദിവസം വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണം, സ്കിപ്പ് ചെയ്യാണ്ട് ഫോളോ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറയുന്നത് ഒരു മോർണിംഗ് ഡ്രിങ്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് എന്താ പറയുക, തലേന്ന് തന്നെ സോക്ക് ചെയ്ത ചിയാ സീഡാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി തലേന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇളം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് ഞാൻ പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് അതിൽ കുറച്ച് നാരങ്ങ പിഴിയും. നാരങ്ങ എന്ന് വെച്ചാൽ ചെറുനാരങ്ങ ചെറുത്. ഇപ്പം ഒരു ചെറിയ നാരങ്ങയ്ക്കാണെങ്കിൽ ഒന്ന് ഫുൾ എടുക്കുക. അതിപ്പോൾ വലിയ നാരങ്ങ ആയതുകൊണ്ട് ഞാൻ അരക്കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് പിഴിഞ്ഞിട്ട് നമുക്കിത് കുടിക്കാം. ഇത് അറൗണ്ട് ഒരു 20 കാലറി ഒക്കെ വരും. ഇത് നമ്മളൊരു 6:30 സമയത്തൊക്കെയാണ് കേട്ടോ കുടിക്കേണ്ടത്. 6:30 സമയത്തൊക്കെയാണ് മോർണിംഗ് കുടിക്കേണ്ടത്. അപ്പോൾ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. വെയിറ്റ് ലോസിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ സംഭവം. രണ്ടാമത്തെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അറൗണ്ട് ഒരു 7 മണി 8 മണി ആ റേഞ്ചിലാണ് കഴിക്കണത് കേട്ടോ. 8 to 9 8ൻ്റെ 9ൻ്റെ ഇടയിലാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് അറൗണ്ട് നമ്മളൊരു 200 കാലറിയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് ഞാനെടുത്തത് ഓംലെറ്റാണ്. അപ്പോൾ 2 എഗ്ഗും പിന്നെ വെജിറ്റബിളും കൂടി ഉള്ളൊരു ഓംലെറ്റാണ്. അപ്പോൾ ഇത് അറൗണ്ട് ഒരു 150 കാലറി വരും. ഓക്കെ, അപ്പോൾ ഞാനതിന് ഇവിടെ എടുത്തത് ഞാൻ ക്യാരറ്റ്, സവാള, മല്ലിയില, പിന്നെ കുറച്ച് ഉപ്പിട്ടു. പിന്നെ 2 നാടൻ മുട്ടയാണ് ഇട്ട് എടുത്തത്. അതും പിന്നെ അതിൽ കുരുമുളക് ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ വെജിറ്റബിൾ ആഡ് ചെയ്തേ ഉള്ളൂ. ഇനി ചിലപ്പോൾ നല്ലോണം കുറച്ചും കൂടി വിശപ്പ് അധികമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 1-2 സ്പൂണ് ഓട്സ് ആഡ് ചെയ്യാം അതിൽ കേട്ടോ. ഇതിൽ തന്നെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഓട്സിൻ്റെ ഒരു ഓംലെറ്റും കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്താണെങ്കിൽ നമ്മൾ 200 കാലറീൻ്റെ താഴെ വരുള്ളൂ. ഇതെല്ലാം കൂടി വേണമെങ്കിൽ നമുക്കൊരു ആപ്പിളോ ഓറഞ്ചോ കൂടി കഴിക്കാം. ഓക്കെ, കാരണം ഈ ഒരു ഓംലെറ്റ് തന്നെ 150 കാലറിക്ക് വരുന്നുള്ളൂ. പ്ലസ് അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ആപ്പിളോ ഒരു ഓറഞ്ചോ പപ്പായ കഷ്ണമോ കഴിച്ചാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ചോയ്സ് പോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുക്കുന്നത്. ഇനി അല്ല വേണമെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എഗ്ഗ് വൈറ്റ് മാത്രം എടുത്തിട്ട് 2 എഗ്ഗ് വൈറ്റ് എടുത്തിട്ട് ഇതുപോലെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് അങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കാം കേട്ടോ. ഒക്കെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷന് അനുസരിച്ച് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇത്രയാണുള്ളത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ സാധാരണ ഓംലെറ്റ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്ത് ഡയറ്റ് ചെയ്താലും നമ്മൾ വെള്ളം കുടിക്കൽ ഭയങ്കര മാൻഡേറ്ററി കേട്ടോ. എങ്ങനെയാണെങ്കിലും പെർ ഡേ നമ്മളൊരു 3 ലിറ്റർ വെള്ളം കുടിക്കണം. ഇതിൻ്റെ കൂടെ എല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ വയറ് ഫില്ലാവാൻ വേണ്ടി വെള്ളം കുടിച്ചാൽ മതി. ചിലപ്പോൾ നമുക്കിതൊക്കെ മാത്രം പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിശപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇത് പറഞ്ഞ മാതിരി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ മിഡ് മോർണിംഗ് സ്നാക്കിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം വിശക്കാണ്ട് ഭയങ്കര ബോറടിക്കും. പിന്നെ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ മുട്ടയ്ക്ക് ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി അടുത്ത് നമ്മൾ മിഡ് മോർണിംഗ് സ്നാക്കാണ്. അതിന് ഞാൻ എടുത്തത് ഒരു 5 ആൽമണ്ടും ഒരു ആപ്പിളുമാണ്. ഇതിൻ്റെ ഒരു കലോറി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100 കലോറി വരും കേട്ടോ. ആൽമണ്ടിൻ്റെ ഒരു 40 കലോറി വരും 5 എണ്ണത്തിന്. പിന്നെ ഫ്രൂട്ടിന് ഒരു 60 കലോറിയൊക്കെ വരും ആപ്പിളും ഒക്കെ ആണെങ്കിൽ. ഓക്കെ, അടുത്ത ലഞ്ചാണ്. ലഞ്ച് നമ്മൾ എടുക്കുന്നത് ഒരു 1:30 മണിക്കൊക്കെ 1:30-2 മണിയിനിടയിലേക്കാണ് എടുക്കുന്നത്. അറൗണ്ട് ഒരു 300 കാലറിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു നമ്മളെ തവിട് കളയാത്ത അരിയില്ല, ഒട്ടും തവിട് കളയാത്ത അരി. ഈ വീഡിയോന് തുടക്കം ഞാൻ കാണിച്ച അരിയാണത്, കറുത്ത കളറുള്ള. അതിൻ്റെ ഒരു കപ്പ് ചോറും പിന്നെ നമ്മൾ സാധാരണ നമ്മൾ മത്തിയില്ല ആ മീനും പിന്നെ ഒരു പയർ മെഴുക്കുവരട്ടിയാണ് കഴിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു 300 കാലറി വരും കേട്ടോ ലഞ്ചിൻ്റെ മൊത്തം. അപ്പോൾ നമുക്കിതിന് വേണ്ടി പകരം ഇപ്പോൾ പയറിന് പകരം വേണമെങ്കിൽ നമുക്ക് ദാൽ കറി യൂസ് ചെയ്യാം, വെജിറ്റബിൾ സാലഡ് യൂസ് ചെയ്യാം. വെജിറ്റബിൾ സാലഡിന് പകരം ഞാൻ രസമാണ് എടുത്തത് കേട്ടോ. എനിക്ക് സാലഡിനേക്കാളും കുറച്ചും കൂടി കംഫർട്ടബിൾ രസമാണ്. ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തക്കാളിയും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള രസമാണ് കേട്ടോ. അപ്പോൾ അതും പിന്നെ കുരുമുളക് ഒക്കെ ഭയങ്കര ഹെൽത്തിയായ സാധനങ്ങളാണ്. പിന്നെ നമുക്ക് വരുന്നത് ഈവനിങ് സ്നാക്കാണ്. നമുക്കൊരു 4 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാൻ പറ്റും. ഞാനെടുത്തത് ഒരു പിടി നിലക്കടലയും പിന്നെ 1 കപ്പ് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീയിൽ മധുരം ചേർക്കരുത്, സാധാരണ ഗ്രീൻ ടീ ആണ് ഞാൻ യൂസ് ചെയ്തത്. എന്നിട്ട് അതിന് അരിച്ചെടുത്തതാണ് കേട്ടോ. നമുക്കല്ലാണ്ട് ഡിപ്പ് ചെയ്തെന്ന് അതും യൂസ് ചെയ്യാം, എന്താണെങ്കിലും ഓക്കെയാണ്. പിന്നെ നമുക്ക് വരുന്ന ഡിന്നറാണ്.
ഡിന്നർ അറൗണ്ട് നമുക്കൊരു 200 കാലറി വരെ എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തത് സൂപ്പാണ്, ഓട്സിൻ്റെ സൂപ്പാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ, ലിങ്ക്. അപ്പോൾ അത് അതുപോലെ ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി. നല്ല സൂപ്പാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പനീറിൻ്റെ ഫ്രൈയോ എന്തെങ്കിലും എടുക്കാം, 2 കഷ്ണം. ഓക്കെ. പിന്നെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം നമ്മളൊരു 3 ലിറ്റർ വെള്ളം കുടിക്കേണ്ട ഒരു പെർ ഡേ. ഓക്കെ, നമ്മൾ വെയിറ്റിനനുസരിച്ചിട്ടാണ്, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 3 ലിറ്റർ കുടിക്കണം. പിന്നെ അതുപോലെ ഒരു 30 മിനിറ്റ്സ് വാക്കോ സൈക്ലിങ്ങോ എന്തെങ്കിലും നമുക്കൊരു പറ്റുന്നൊരു എക്സസൈസും ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് എന്താണെങ്കിലും ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു 700 ഗ്രാമൊക്കെ പെർ ഡേ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. എന്നാൽ നമുക്ക് ഭയങ്കര ബോറടിക്കില്ല. കാരണം അത്യാവശ്യം നമ്മൾ കഴിക്കുന്നുണ്ട്, മുട്ട കഴിക്കുന്നുണ്ട്, മീൻ കഴിക്കുന്നുണ്ട്. വേണമെങ്കിൽ മീനിനെ റീപ്ലേസ് ചെയ്തിട്ട് കുറച്ച് ചിക്കൻ കഴിക്കാം. അതൊക്കെ നമ്മുടെ കംഫർട്ട് പോലെ നമുക്ക് ചെയ്യാം. പക്ഷേ ക്വാണ്ടിറ്റി എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും. ചോറാണെങ്കിൽ 1 കപ്പ് ചോറേ പാടുള്ളൂ. നമ്മൾ ആ ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലെ നല്ല നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.